ഇത് ഞങ്ങളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരുന്നു. ഇതെപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ഉണ്ടാവണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്ന് സാഗി ചേച്ചി എപ്പോഴും എന്നോട് ചോദിക്കും. കാരണം എനിക്ക് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ അന്നത്തെ ദിവസത്തെ പരിപാടികൾ. വന്ന ഉടനെ തന്നെ പൂവരിയാനൊക്കെ എല്ലാവരും ഇരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഡിലേ ആയിട്ട് വരുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അവിടെയൊക്കെ. എത്ര വരച്ചിട്ടും വര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ വരച്ച് കൂട്ടിയിട്ടും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ടൈലിലൊട്ടും നമ്മളെ ചോക്കിൻ്റെ ആ ഒരു പൊടി ഒട്ടും പിടിക്കണ്ടായില്ല. നനച്ചും അല്ലാണ്ടൊക്കെ വരച്ച് നോക്കി. എന്നാൽ നമുക്കതിൽ സ്ക്രാച്ച് വരുത്താനും പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളത് വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ തെളിഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മൾ പൂക്കൾ ഇടാൻ തുടങ്ങി. കാരണം ഒന്നിലെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേ പൂക്കൾ ഇടാനായിട്ട് ഇറങ്ങി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സാരി വലിച്ചു വെച്ചടക്കുമ്പോൾ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ഇട്ടത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഒന്നിങ്ങനെ മാറി നിന്നു കേട്ടോ. നമുക്ക് കയ്യിലുള്ള പൂക്കളുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്താ പറയുക കളർ കോമ്പിനേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. സുരഭിയാണ് ഫസ്റ്റ് ഇങ്ങനെ എന്താ പറയുക എല്ലാം സെറ്റാക്കാൻ. അവൾ തന്നെയായിരുന്നു എല്ലാത്തിനും. അവളും ആരധ്യമായിരുന്നു നല്ല പോലെ ഇടാനൊക്കെ ഇരുന്നുണ്ടായത്. കൂടെ വിജയേട്ടനും ഷെമീംക്കയും ജിതിൻ ചേട്ടനൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് നമ്മൾ ആകാശമായിരുന്നു. അവൻ സ്കെയിൽ കൊണ്ടൊക്കെ അങ്ങനെ നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിലേക്കാക്കി വയ്ക്കുകയാണ്. നല്ലല്ലേ നമ്മളുടെ പൂക്കളത്തിനൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കി വീഡിയോ എടുക്കലല്ലാണ്ട് വേറെ പരിപാടിക്കൊന്നും നമ്മളില്ലേ. നമ്മൾ വാങ്ങിച്ച പൂവിൽ നിന്ന് കുറച്ച് എന്താ പറയുക സെയിം കളറിലുള്ള പൂക്കളായ എൻ്റെ പേരിൽ ഞാനും ആകാശം കൂടി ഇരിഞ്ഞാലവിടെ പോയിട്ടാണ് കുറച്ചുകൂടി പൂക്കൾ കുറച്ചുകൂടി കളർ കോമ്പിനേഷൻ ഈ റെഡ് കളറൊക്കെ അവിടെ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. നടുക്ക് വെച്ച താമരയും. അപ്പോഴാണ് നമ്മുടെ കളം കുറച്ചുകൂടി നല്ല ഭംഗിയായിരുന്നിട്ടാണ്. എനിക്ക് ഭയങ്കര സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ കോളേജിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആഘോഷം കിട്ടാന്ന് പറയും. നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നൊരു ഓഫീസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഘോഷങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആഘോഷിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാനും കൂടെ ഇരുന്നു. ഇങ്ങനെ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക നേരെ നിന്നിട്ട് ഷേപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്യാനൊക്കെ ഇരുന്നുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കണം. അതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. സംഭവം നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് വെള്ള ടൈലിലായിരുന്നു നമ്മളിടുന്ന പൂക്കളത്തിനൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കറങ്ങണ സൈഡിലിരുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഫുഡിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കളോടെല്ലാം ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമുക്ക് സദ്യ ഉണ്ടലാണ്. ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് തന്നെ കയറിയിരുന്നു. അപ്പോൾ അതേ ഓരോ കറികളായിട്ട് ഓരോരുത്തരായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള വീനസ് ഹോട്ടലിൽ നിന്നായിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീ ഓണായിട്ട് രണ്ടിടത്തുനിന്നായിരുന്നു സദ്യ, വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും. എല്ലാവിധ കറികളും കിട്ടി. ഇതേ ചോറിക്ക് കൈയൊക്കെ കുത്തി ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇല. അപ്പോൾ എല്ലാ ഓണത്തിനും ഇവരെ വക ഒരു കായ വറുത്തതും ശർക്കരവരട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുണ്ടായി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കുട്ടി വീഡിയോ. വളരെ ഡിലേ ആയിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.